ഫെബ്രുവരി 12 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ആനിയനിലെ വിശുദ്ധ ബെനഡിക്ട്, വിശുദ്ധ അമോണിയൂസ്, വിശുദ്ധ മൊദസ്തൂസ്, വിശുദ്ധ ആന്റണി കൗളൈസു, വിശുദ്ധ എവുലാലിയ, വിശുദ്ധ എദൽവോൾഡ്, വിശുദ്ധ ഗൗദൻസിയൂസ്. ആനിയനിലെ വിശുദ്ധ ബെനഡിക്ട് 750-821 കാലഘട്ടത്തിലാണ് ആനിയനിലെ വിശുദ്ധ ബെനഡിക്ട് ജീവിച്ചിരുന്നത്. ലാംഗുവഡോക്കിലെ ഗവർണർ ആംഗൾഫിന്റെ മകനാണ് ബെനഡിക്ട്. പെപ്പിന്റെയും കാറൽമാന്റെയും കൊട്ടാരങ്ങളിലെ സുഖങ്ങൾ കുട്ടിക്കാലത്ത് അവൻ ആസ്വദിച്ചുവെങ്കിലും ലോക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവരാജ്യത്തെ അന്വേഷിക്കുവാൻ ഉറച്ചുകൊണ്ട് ഭക്ഷണവും നിദ്രയും വെട്ടിക്കുറച്ചും ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും തപോജീവിതം നയിക്കുവാൻ തുടങ്ങി. 24-ാമത്തെ വയസ്സിൽ സെയിന്റ് സീൻ ആശുപത്രിയിൽ താമസിക്കുമ്പോൾ അപ്പവും വെള്ളവും കൊണ്ട് അദ്ദേഹം സംതൃപ്തനായി. നിലത്താണ് കിടന്നുറങ്ങിയിരുന്നത്. രാത്രി ദീർഘസമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. എളിയ ജോലികൾ ചെയ്തു വന്നു. നിന്ദനങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. സ്വയം നിശ്ചയിച്ചിരുന്ന പ്രായച്ചിത്തങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ വിശുദ്ധ പക്കൊമിയൂസിന്റെയും ബെസിലിയോസിന്റെയും നിയമങ്ങൾ കൂടി അനുഷ്ഠിച്ചു പോന്നു. ദരിദ്രരെയും അഗതികളെയും അതീവ ശ്രദ്ധയോടുകൂടി ശുശ്രൂഷിച്ചിരുന്നു. 780-ൽ ആനിയനിലെ ആബട്ട് മരിച്ചപ്പോൾ അന്തേവാസികൾ ബെനഡിക്റ്റിനെ ആബട്ടായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഉടനടി അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി. അതീവ ദാരിദ്ര്യത്തിലും അനസ്യൂതമായ പ്രാർത്ഥനയിലും ജീവിച്ചു. വിശുദ്ധനായ വിധുമാർ ഉൾപ്പെടെ പലരും അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചു കൊണ്ടിരുന്നു. സ്വന്തം അധ്വാനം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പവും വെള്ളവും മാത്രമായിരുന്നു ഭക്ഷണം. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും കുറച്ചു മാത്രം പാലും വീഞ്ഞും കുടിച്ചിരുന്നു. സുപ്പീരിയറോടും മറ്റ് സന്യസ്തരോടുമൊപ്പം കൃഷിപ്പണികൾ ചെയ്തിരുന്നു. അക്കാലത്ത് ഉർജലിലെ ബിഷപ്പ് ഫെലിക്സ് യേശു ദൈവമല്ലെന്നും ദൈവത്തിന്റെ ദത്തുപുത്രൻ മാത്രമാണെന്നും പ്രസ്താവിച്ചു. ബെനഡിക്ട് അദ്ദേഹത്തെ നഖശിഖാന്തം എതിർക്കുകയും സത്യം സ്ഥാപിക്കുകയും ചെയ്തു. എല്ലാ സന്യാസ സഭകളും വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമാവലി അനുസരിക്കണമെന്ന് കാറൽമാൻ ചക്രവർത്തി ഒരു നിയമമുണ്ടാക്കി. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിശ്ചയിച്ചത് വിശുദ്ധ ബെനഡിക്റ്റിനെയാണ്. പാശ്ചാത്യ സന്യാസത്തെ ക്രമപ്പെടുത്താൻ ചെയ്ത അധ്വാനത്താൽ ക്ഷീണിതനായി ബെനഡിക്ട് 821 ഫെബ്രുവരി 11-ാം തീയതി ദിവംഗതനാവുകയും ചെയ്തു. നിയമത്തിന്റെ ചൈതന്യം ഗ്രഹിച്ച് വ്യാപരിക്കാൻ ബെനഡിക്ട് പ്രദർശിപ്പിച്ച തീക്ഷ്ണത ക്രിസ്തീയ പരിപൂർണത പ്രാപിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം വ്യക്തമാക്കുന്നുണ്ട്. നിയമവാഴ്ചയെ പുച്ഛിക്കുന്നവൻ വിശുദ്ധ ബെനഡിക്റ്റിനെ പോലെയുള്ളവരുടെ ചിന്താഗതി മനസ്സിലാക്കുന്നത് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശുദ്ധ ബെനഡിക്റ്റിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നേ ദിവസം വിശുദ്ധ അഗാത്തയുടെ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. സകലത്തിന്റെയും നാഥനായ ഈശോ, എൻ്റെ ഹൃദയം അങ്ങ് കാണുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങ് അറിയുന്നു. എനിക്കുള്ള സമസ്തവും അങ്ങയുടേതാണ്. ഞാൻ അങ്ങയുടെ ആടാണ്. പിശാചിനെ ജയിക്കാൻ എനിക്ക് ശക്തി നൽകുക. ആനിയനിലെ വിശുദ്ധ ബെനഡിക്റ്റ്, പൈശാചിക പീഡകൾ മൂലം ദൈവത്തെ നിന്ദിക്കുന്നതിന് ഞങ്ങൾക്കിടയാവുമ്പോൾ അതിൽ നിന്ന് രക്ഷിച്ച് പൂർണ്ണമായും ദൈവത്തിലേക്ക് അടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.